നമസ്കാരം. വിഷ്ണു ഭഗവാനെയോ ഭഗവാന്റെ അവതാരങ്ങളെ ആരാധിക്കുന്ന ഒരു ഭക്തന്റെ ആത്മാവ് മരണാന്തരം വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നാൽ മഹാവിഷ്ണുവിലേക്ക് മോക്ഷം പ്രാപ്തമാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായി നമ്മൾ ചെയ്യേണ്ട ഒരു നാമമുണ്ട്. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതിന് പ്രത്യേക ചിട്ടകളോ വ്രതമോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. എന്നും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പായി തന്നെ ഈ നാമം ജപിച്ചതിന് ശേഷം ഉറങ്ങുക. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതമായിരിക്കും. ഈ നാമം എത്ര വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ജപിക്കണം. എപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നു അതിനു മുൻപായി തന്നെ കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷമേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. ഇങ്ങനെ കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം കിടന്നു ഈ നാമം ജപിക്കണം. ആർക്ക് വേണമെങ്കിലും ഈ നാമം ജപിക്കാവുന്നതാണ്. മനസ്സിൽ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഉച്ചത്തിൽ ചൊല്ലാവുന്നതുമാണ്. ഭഗവാനെ മഹാവിഷ്ണുവിൻ്റെ പരിപാലനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ദൈവമാണ്. കൂടാതെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും മോശം നൽകുന്നതും ഈ ഭഗവാൻ തന്നെയാണ്. നമ്മൾ വേണ്ട രീതിയിൽ വളരെ വിശ്വാസത്തോടും ഭക്തിയോടും ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ ഏത് ആപൽഘട്ടങ്ങളും നമ്മളോട് ഒപ്പം ഉണ്ടാകുന്നതാണ്. നമ്മൾ ദിവസവും ജപിക്കുന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ മൂലമന്ത്രങ്ങളാണ് ഓം നമോ നാരായണ. അഷ്ടോത്തര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ദ്വാദശാക്ഷര മന്ത്രം 12 അക്ഷരമുള്ള ഈ നാമം ലളിത സംസ്കൃത അർത്ഥമാണ്. 12 അക്ഷരങ്ങളടങ്ങിയ ഈ ദ്വാദശി മന്ത്രത്തിലെ ഓരോ അക്ഷരവും ഭഗവാന്റെ ഓരോ നാമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാന്റെ ശ്രേഷ്ഠമായ ഈ നാമങ്ങൾ വളരെ ഭക്തിയോടുകൂടി ജപിക്കുകയാണെങ്കിൽ ഗ്രഹപ്പിഴ ദോഷങ്ങൾ അകലുകയും രോഗങ്ങൾ ശമിക്കുകയും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും മാറാരോഗങ്ങളാൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ നാമം ജപിച്ചിട്ട് കിടന്നുറങ്ങുന്നതാണ്. മാത്രമല്ല, രോഗങ്ങളാലും മാനസിക വിഷമങ്ങളാലും രാത്രിയിൽ അല്പം പോലും ഉറക്കം കിട്ടുന്നില്ലെങ്കിലും ഭഗവാന്റെ ഈ നാമം ജപിച്ചിട്ട് കിടന്നുറങ്ങുക. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളെ അലട്ടുന്ന മാനസിക സംഘർഷങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പരിഹാരം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ മറക്കാതെ ഭഗവാന്റെ ഈ നാമങ്ങൾ ജപിച്ചിട്ട് കിടന്നുറങ്ങുവാൻ ശ്രമിക്കുക. ഈ നാമങ്ങൾ എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പായി കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം നിങ്ങൾ എവിടെയാണ് ഉറങ്ങുന്നത് അവിടെ കിടന്നുകൊണ്ടോ ഈ കണ്ണുകൾ അടച്ച് മഹാവിഷ്ണുവിൻ്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിയോടെ ആദ്യം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം ജപിക്കണം. അതിനുശേഷം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വിശിഷ്ടമായ ദ്വാദശ നാമം ജപിക്കണം. നാമങ്ങൾ ഇതാണ്: ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഗോവിന്ദായ നമ, ഓം വിഷ്ണുവേ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ, ഓം ഋഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ. ഈ നാമങ്ങൾ നിങ്ങൾ പേപ്പറിൽ എഴുതി എടുത്തതിന് ശേഷം രാത്രി കിടക്കാൻ പോകുന്ന നേരത്ത് പേപ്പർ എഴുതി വായിച്ചാൽ മതിയാകും. ഇല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട, മനഃപാഠം ആക്കി പഠിച്ചതിന് ശേഷം ചൊല്ലിയാൽ മതി. ഈ നാമജപത്തിൻ്റെ ശക്തി വാക്കുകളിലൂടെ പറഞ്ഞാൽ തീരുന്നതല്ല. നിങ്ങൾ ഇത് ജപിച്ച് ഇതിൻ്റെ ഫലം മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമെല്ലാം ഈ നാമജപത്തിലൂടെ പരിഹാരം ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനുള്ള ഒരേ ഒരു മാർഗമാണ് ഈ നാമജപം. ഈ നാമം രാത്രിയിൽ കിടക്കുമ്പോഴോ ജപിക്കാവൂ എന്നില്ല. രാവിലെ നിലവിളക്ക് കത്തിച്ചതിന് ശേഷവും വൈകുന്നേരം നിലവിളക്ക് ശേഷവും 12 തവണയെങ്കിലും ഈ നാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. എന്നാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ നാമം ചൊല്ലുന്നത് വളരെയധികം ശ്രേഷ്ഠം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഈ നാമം കിടന്ന് ഉറങ്ങുന്നതിനു മുമ്പായി ചൊല്ലുക.